നമസ്കാരം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ ദശകങ്ങൾ നീണ്ട ആധിപത്യം തകർത്ത് ബിജെപി ചരിത്ര വിജയം നേടിയെങ്കിലും രാജ്യസഭയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാൻ എൻഡിഎ സഖ്യം ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ബംഗാളിലെ ഈ മിന്നും വിജയം പാർട്ടിക്ക് ദേശീയതലത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റിന്റെ ഉപരിസഭയിൽ ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊള്ളാൻ ആവശ്യമായ 2/3 ഭൂരിപക്ഷത്തിലേക്കെത്താൻ ബിജെപിക്ക് 2029 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാംഗങ്ങൾ ബിജെപി ലയിച്ചത് നരേന്ദ്രമോദി സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ വിജയമായിരുന്നു. ഈ ലയനത്തോടെ 245 അംഗങ്ങളുള്ള സഭയിൽ എൻഡിഎയുടെ ആകെ അംഗബലം 148 ഉയർന്നു. എങ്കിലും ബില്ലുകൾ പാസാക്കാൻ ആവശ്യമായ 123 എന്ന കേവല ഭൂരിപക്ഷം സഖ്യത്തിനുണ്ടെങ്കിലും സഭയിലെ മൊത്തം അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം എന്ന 163 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഇനിയും 15 സീറ്റുകളുടെ കുറവുണ്ട്. ഈ വിടവ് നികത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ബിജെപിക്ക് എളുപ്പമല്ല. ബംഗാൾ നിയമസഭയിൽ ബിജെപി നേടിയ സീറ്റുകളുടെ വർധനവ് രാജ്യസഭാ സീറ്റുകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ സമയമെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാന പ്രതിസന്ധി. ഈ വർഷം രാജ്യസഭയിൽ ഒഴിവുവരുന്ന 35 സീറ്റുകളിൽ ഒന്നുപോലും ബംഗാളിൽ നിന്നുള്ളതല്ല. ബംഗാളിൽ നിന്നുള്ള 6 രാജ്യസഭാ ഒഴിവുകൾ വരുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ്. നിലവിലെ നിയമസഭാ കണക്കുകൾ പ്രകാരം ഇതിൽ 4 സീറ്റുകൾ എൻഡിഎക്ക് ലഭിക്കുമെങ്കിലും അത് ഉപരിസഭയിലെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉടനടി സഹായിക്കില്ല. നിലവിൽ രാജ്യസഭയിൽ ബിജെപിക്ക് മാത്രമായി 113 എംപിമാരാണുള്ളത്. AIADMK, JDU, NCP തുടങ്ങിയ ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് എൻഡിഎ 148 നിൽക്കുന്നത്. ബിജെപിയിൽ ഔദ്യോഗികമായി ചേരാത്ത 7 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും വിവിധ പ്രാദേശിക പാർട്ടികളും സഖ്യത്തിന് പുറത്തുനിന്നും പിന്തുണ നൽകുന്നുണ്ട്. എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒഴിവുകൾ നികത്തപ്പെടുന്നത് വരെ ബിജെപിക്ക് കാത്തിരിക്കേണ്ടി വരും. 2028 അവസാനത്തോടെ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലായി 83 രാജ്യസഭാ ഒഴിവുകൾ വരുന്നുണ്ട്. ഇതിൽ 51 സീറ്റുകൾ എൻഡിഎക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. അപ്പോഴും സഖ്യത്തിന്റെ ആകെ അംഗബലം 182 മാത്രമാണ് എത്തുക. 163 ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ പഞ്ചാബ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടി ബിജെപിക്ക് വൻ മുന്നേറ്റം അനിവാര്യമാണ്. പഞ്ചാബിൽ നിന്നുള്ള 7 സീറ്റുകളിൽ 6 നിലവിൽ എൻഡിഎയുടെ പക്കലാണെങ്കിലും അത് കൂറുമാറ്റത്തിലൂടെ ലഭിച്ചതാണ് എന്നതിനാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യവും ബിജെപിയുടെ രാജ്യസഭാ സ്വപ്നങ്ങൾക്ക് വെല്ലുവിളിയാണ്. കേരളത്തിൽ 2027 ഏപ്രിലിൽ 3 ഒഴിവുകൾ വരുന്നുണ്ടെങ്കിലും അവിടെ ബിജെപിക്ക് വലിയ പ്രതീക്ഷയില്ല. തമിഴ്നാട്ടിൽ 2028 6 ഒഴിവുകൾ വരുന്നുണ്ട്. ഇവിടെ വിജയുടെ TVK പോലുള്ള വലിയ സഖ്യകക്ഷികളുമായുള്ള സഖ്യസാധ്യതകൾ ബിജെപി തേടുന്നുണ്ടെങ്കിലും അത് രാജ്യസഭാ സീറ്റുകളായി മാറുമോ എന്നും കണ്ടറിയണം. ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2027-28 കാലയളവിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യസഭയിലെ ബിജെപിയുടെ കരുത്ത് നിശ്ചയിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കും. ഉത്തർപ്രദേശിലെ 31 രാജ്യസഭാ സീറ്റുകളിൽ 24 നിലവിൽ ബിജെപിയുടെ പക്കലാണ്. ഇത് നിലനിർത്തുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നവുമാണ്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളി ബിജെപി എന്തായാലും ഗൗരവത്തോടെയും കാണുന്നുണ്ട്. ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ 2029 കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ബംഗാളിൽ നേടിയ വിജയം ഒരു തുടക്കം മാത്രമാണെന്നും അത് രാജ്യസഭയിൽ പൂർണ്ണ ആധിപത്യമായി മാറാൻ വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമാണെന്നും നേതൃത്വത്തിന് അറിയാം. നരേന്ദ്രമോദിയുടെ 3ാം ഊഴത്തിൽ സുപ്രധാന ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ബിജെപിക്ക് രാജ്യസഭയിലെ സഖ്യാബലം വലിയൊരു കടമ്പ തന്നെയാണ്.